ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു സ്റ്റാൻഡേർഡ് മെത്തേഡായ എയർ ഡ്രൈ ക്ലേ എങ്ങനെ വീട്ടിലുണ്ടാക്കാന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഫസ്റ്റ് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു 100 റുപ്പീസിൻ്റെ ഫെവിക്കോൾ ആണ്. പിന്നെ നമുക്ക് ഈ ഒരു കോൺഫ്ലവർ ആണ് വേണ്ടത്. ഈ ഒരു പാക്കറ്റിന് എനിക്ക് ആകെ 28 രൂപ ആയിട്ടുള്ളൂ കേട്ടോ. ഇനി വേണ്ടത് നമ്മുടെ കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ലാസ്റ്റ് ആയിട്ട് ഇതുപോലൊരു വിനാഗർ എടുക്കണം. ഇവിടെ നോക്കിയപ്പോൾ ആകെ ഇത്തിരി വിനാഗർ ഉണ്ടായിരുന്നുള്ളൂ. തികയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, ഇത് എനിക്ക് തികഞ്ഞു. സാധാരണ ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോയിലൊക്കെ ദോശ ഉണ്ടാക്കുന്ന പാനാണ് ഉപയോഗിക്കുന്നത് അല്ലേ, പക്ഷെ ഇതുപോലൊരു പാൻ ആയാലും മതി. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കുക്ക് ചെയ്യുന്ന പാനൊന്നും നമ്മൾ എടുക്കണ്ട, അതായത് പഴയതായതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ചോദിച്ചിട്ട് നമ്മൾ എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നേരെ ക്ലേ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മെഷറിംഗ് കപ്പ് എടുത്തിട്ട് ഇതുപോലെ ഫെവിക്കോൾ വെച്ചെടുക്കണം. അതായത് ഈ ഒരു മെഷറിംഗ് കപ്പ് വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് കപ്പാണോ ഉള്ളത് അത് വെച്ചിട്ട് മെഷർ ചെയ്താൽ മതി. അതായത് എത്രത്തോളം ഫെവിക്കോൾ എടുക്കുന്നോ അത്രയും തന്നെ കോൺഫ്ലവർ എടുക്കണം, അത്രേ ഉള്ളൂ. ഇതിലങ്ങനെ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ആവേണ്ട ഒരു കാര്യമില്ല. കാരണം എത്ര കപ്പ ഫെവിക്കോൾ ആണോ നിങ്ങൾ എടുക്കുന്നത് അതേ അളവിൽ തന്നെ കോൺഫ്ലവർ എടുക്കണം, അത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഞാൻ ഈ ഫെവിക്കോൾ ബോട്ടിൽ മുഴുവനായിട്ട് ആ മെഷറിംഗ് കപ്പിലേക്ക് ഒഴിച്ചപ്പോൾ അതിന്റെ 1/4 ഭാഗമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഫെവിക്കോൾ ഒന്ന് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെവിക്കോൾ ഒഴിച്ചതിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് കോൺഫ്ലവർ ഇടാൻ പാടില്ല. അതായത് ഫെവിക്കോൾ ഒഴിച്ചതിന് ശേഷം നമ്മൾ 2 ടേബിൾ സ്പൂൺ വിനാഗറും അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഫസ്റ്റ് ഇത് മിക്സ് ചെയ്യുമ്പം ഒന്നും സെറ്റ് ആവാത്ത പോലെ ഉണ്ടാവും, പക്ഷെ കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് ഒരു 5 മിനിറ്റ് ഇളക്കി കഴിയുമ്പോഴായിരിക്കും ഇതൊന്ന് സെറ്റ് ആവുക. വിനാഗർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന ടൈമിൽ ആദ്യം നമുക്ക് തോന്നുന്നത് മിക്സ് ആവുന്നില്ല, എന്തെങ്കിലും തെറ്റിപ്പോയതാണോ എന്നൊക്കെ തോന്നും, പക്ഷെ അങ്ങനെയല്ല. കുറച്ച് നേരം മിക്സ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ആവും. ഈ ഒരു പരുവാകുമ്പോഴത്തേന് ഏകദേശം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ കോൺഫ്ലവർ എടുക്കേണ്ടത്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ എത്ര അളവിനാണോ ഫെവിക്കോൾ എടുത്തത് അതിനനുസരിച്ച് തന്നെയായിരിക്കും, അതേ അളവിൽ തന്നെ ആയിരിക്കണം നമ്മൾ കോൺഫ്ലവർ എടുക്കേണ്ടത്. കോൺഫ്ലവർ മിക്സ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്യാണ്ട് ആദ്യം കുറച്ചിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതൊന്ന് സെറ്റ് ആകുമ്പോൾ അടുത്തതിട്ടിട്ട് കുറച്ച് മിക്സ് ചെയ്യുക. അതുപോലെ ഒരു 3 പ്രാവശ്യം ഇട്ടിട്ട് വേണം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാൻ. ഇതും അതുപോലെ തന്നെയാണ്. ഒരു 5-10 മിനിറ്റ്, 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് സെറ്റ് ആവണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേനും ഏകദേശം സെറ്റായി. ഇനി കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു യെല്ലോ ഷെയ്ഡ് വരാനുള്ള സാധ്യത ഉണ്ട്. അതിനാണ് ഞാൻ ഈ യെല്ലോ പെയിന്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ചേർത്തില്ല എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, കാരണം ക്ലേ വെച്ച് നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും പെയിന്റ് അടിച്ച് കൊടുക്കുമല്ലോ, അതുകൊണ്ട് അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. ഇനി കുക്ക് ചെയ്യുന്ന ടൈമിൽ കറക്റ്റ് ഒരു 6 മിനിറ്റ് വേണം കുക്ക് ചെയ്യാൻ. വേറെ ഒന്നുമില്ല, 6 മിനിറ്റ് ആകുമ്പോഴത്തേന് ഏകദേശം സെറ്റാവും. പിന്നെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ എന്താ കുക്ക് ചെയ്യുന്ന വീഡിയോ കറക്റ്റ് കാണിക്കാത്തത്? വേറൊന്നുമല്ല, ഫോൺ ഇവിടെ എവിടെയും ഹാങ് ചെയ്ത് വെക്കാനുള്ള ഒരു സ്ഥലമില്ല, അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് എങ്ങനെ ഒപ്പിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് പകുതി ഞാൻ കാണിക്കാതിരിക്കുന്നത്. ഈ ഒരു പരുവാവുന്നവരെയാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. ഇതിപ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവം, അല്ലെങ്കിൽ നമ്മൾ ഫിംഗർ ടിപ്പിലാക്കുമ്പോൾ ഇതുപോലെ ഫിംഗറിലാകുകയും അതേപോലെ തന്നെ കൈപ്പത്തിയിലാക്കുമ്പോൾ കൈപ്പത്തിയിലാവേയില്ല. ഈ ഒരു പരുവായിട്ടുണ്ടെങ്കിൽ നമ്മുടെ എയർ ഡ്രൈ ക്ലേന്റെ സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു. ഇനിയാണ് തേർഡ് സ്റ്റെപ്പ്. ഇത് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പും കൂടിയാണ് കേട്ടോ. ഇനി ഇതുപോലെ കോൺഫ്ലവറിന്റെ പൊടി ഒന്ന് വിതറി കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, ആ ഒരു കണക്കിന് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാനിൽ നിന്ന് എടുത്ത പാടെ തന്നെ നമ്മൾ കുഴക്കാൻ പാടില്ല, നല്ല ചൂടായിരിക്കും, കൈ പൊള്ളിപ്പോവും. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ആറണം, എന്ന് വെച്ച് മുഴുവൻ ആറാനും നിൽക്കരുത്, കാരണം ആ ഒരു ചെറിയ ചൂടിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കറക്റ്റ് ക്ലേ ആയിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ഇതുപോലെ കുഴച്ച് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ ഓയിലോ അല്ലെങ്കിൽ ബോഡി ലോഷനോ എന്ത് വേണമെങ്കിലും കയ്യിലൊന്ന് തേച്ച് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് ബോഡി ലോഷൻ കയ്യിലൊക്കെ തേച്ചിട്ടാണ് ഒന്ന് കുഴച്ചു കൊടുക്കുന്നത്. സംഭവം ഇതിങ്ങനെ കുഴച്ചെടുക്കാൻ നല്ല രസമാണ്. ഇനി ഈ കുഴച്ചുകൊണ്ടിരിക്കുന്ന സാധനം സെറ്റായെന്ന് അറിയണ്ടേ, അതിനൊരു ടെക്നിക്ക് ഉണ്ട്. ആ ഒരു ടെക്നിക്കിന് പറയുന്ന പേരാണ് ടിയർ ഡ്രോപ്പ് മെത്തേഡ്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ കുഴച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ക്ലേന്ന് കുറച്ചൊന്ന് എടുക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. ആദ്യം ചെയ്തത് ശരിയായില്ലെന്ന് തോന്നി, അതുകൊണ്ട് രണ്ടാമത് ഞാൻ ഒന്നും കൂടെ ചെയ്തപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടും. അതായത് മഴത്തുള്ളീൻ്റെ ഒക്കെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ക്ലേ ആയി എന്നാണ് അർത്ഥം. ഇതിപ്പോൾ ഞാൻ ചുമ്മാ വെറുതെ നല്ല കുഴച്ചിരിക്കാൻ നല്ല രസമായതുകൊണ്ട് ചുമ്മാ ഇരുന്ന് കുഴക്കുന്നതാണ്. ഇതിൻ്റെ ഒരു ആവശ്യമേ ഇല്ല, നമ്മുടെ മഴത്തുള്ളീൻ്റെ ഷേപ്പ് വന്നാൽ ക്ലേ ആയി എന്നാണ് അർത്ഥം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ കുഴച്ചിട്ട് ഈ ഒരു പരുവാക്കി എടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ കുറച്ച് എണ്ണ ഒന്ന് തൂവി കൊടുക്കണം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പം സെറ്റായിട്ടില്ല, ഒരു 24 മണിക്കൂറൊക്കെ കഴിയുമ്പോഴായിരിക്കും അത് കറക്റ്റ് ക്ലേ ആയിട്ട് കിട്ടുക. ഈ എണ്ണ ഇതിന്റെ മേലെ തൂവി കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കറക്റ്റ് ക്ലേ ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ ഇത് കാറ്റൊന്നും കയറാത്തൊരു സ്ഥലത്ത് വേണം നമ്മൾ എടുത്തു വെക്കാൻ. അതുകൊണ്ട് തന്നെ ഇതിനൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എണ്ണ മൊത്തത്തിലൊന്ന് തേച്ചെടുക്കുന്നത്.
ഇനി ഇതുപോലൊരു കവർ എടുത്തിട്ട് ക്ലേനെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം, മൊത്തത്തിലൊന്ന് നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം വേണം എയർ ടൈറ്റ് കണ്ടെയ്നറിലൊന്ന് അടച്ചു വെക്കാൻ. ഇനി 24 മണിക്കൂറിന് ശേഷം ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം. ഇതെന്തിനാണ് ഇങ്ങനെ 24 മണിക്കൂറിന് ശേഷം ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഉണ്ടാക്കിയ സമയത്ത് അത് അത്ര സോഫ്റ്റ് ആയിരിക്കില്ല. അതായത് ഒരു 24 മണിക്കൂറിന് ശേഷമൊക്കെ ആകുമ്പോൾ ഏകദേശം നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടും. അത് മാത്രമല്ല നമുക്ക് ഇത് വെച്ചിട്ട് ഓരോ ഐറ്റംസ് ഉണ്ടാക്കാനും ഇതായിരിക്കും സുഖം. രാവിലെ തന്നെ ഞാൻ ഓടിച്ചാടി വന്ന് ആദ്യം തന്നെ നോക്കിയത് ക്ലേ എന്തായി എന്നുള്ളതായിരുന്നു. ഇതുണ്ടല്ലോ, നമ്മൾ ടിയർ ഡ്രോപ്പ് മെത്തേഡ് ചെയ്തപ്പോൾ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല. പക്ഷേ ഇന്ന് നോക്ക്, അടിപൊളിയായിട്ട് കിട്ടുന്നില്ലേ. വല്ലിക്കുമ്പോഴത്തേനും ഈ ഒരു സെറ്റപ്പാണ് വേണ്ടത്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 24 മണിക്കൂർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഈ ഒരു ക്ലേ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാട്ടോ. ഒരു 2 ഹാർട്ടും ഒരു സ്റ്റാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. അതായത് 24 മണിക്കൂർ കാത്തിരിക്കേണ്ട ആ ഒരു ക്ഷമയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ഇന്നലെ തന്നെ വേഗം ചെയ്ത് നോക്കി. ഇന്നലെ തന്നെ ചെയ്തപ്പോൾ ഇത്ര അടിപൊളിയായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇന്ന് ചെയ്യുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, നല്ല സോഫ്റ്റും ആയിരിക്കും, അടിപൊളിയായിട്ടാണ് ഇന്ന് കിട്ടുക. ഇന്നലെ ഉണ്ടാക്കി വെച്ച ഹാർട്ടിനൊക്കെ ഞാൻ കുറച്ച് പെയിൻ്റൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന എയർ ഡ്രൈ ക്ലേ ആയതുകൊണ്ട് തന്നെ ഇത് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന എയർ ഡ്രൈ ക്ലേ ആന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5-6 മണിക്കൂറിനുള്ളിൽ അത് സെറ്റാവും. പക്ഷേ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഇതും ഏകദേശം ഒരു ദിവസം എടുത്തിട്ടായിരിക്കും ഇതൊന്ന് നന്നായിട്ട് ഉണങ്ങി കിട്ടുക. എന്തായാലും നിങ്ങൾക്കിനി വെക്കേഷനൊക്കെ വരാൻ പോവാണ്. അപ്പോൾ 2 മാസം ഫ്രീ ആയിട്ടിരിക്കുമായിരിക്കില്ല. അപ്പോൾ നിങ്ങളിതൊന്ന് ഉണ്ടാക്കുക. പിന്നെ നിങ്ങൾ കസിൻസിൻ്റെ ഒക്കെ വീട്ടിൽ പോവുകയാണെങ്കിൽ അവരോടൊന്ന് പറഞ്ഞു കൊടുക്കുക, ഉണ്ടാക്കുക, ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യുക. നല്ല രസമല്ലേ ഇതൊക്കെ ഉണ്ടാക്കി കളിക്കാൻ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കണ്ട.